ഇ സിം സംവിധാനത്തിന്റെ പേരിൽ സൈബർ തട്ടിപ്പെന്ന് പോലീസിന്റെ മുന്നറിയിപ്പ്. സർവീസ് ദാതാക്കളുടെ കസ്റ്റമർ കെയർ സെന്ററിൽ നിന്ന് എന്ന വ്യാജേനയാണ് തട്ടിപ്പ് സംഘം ഉപയോക്താക്കളെ ബന്ധപ്പെടുക. ജാഗ്രത പാലിക്കണമെന്ന് പോലീസ് നിർദ്ദേശിച്ചിട്ടുണ്ട്. ഹരികൃഷ്ണൻ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. ഹരികൃഷ്ണൻ, എങ്ങനെയാണ് ഈ തട്ടിപ്പ് അവർ ആസൂത്രണം ചെയ്യുന്നത്? അത് ഏത് രീതിയിലാണ് എന്നാണ് പോലീസ് പറയുന്നത്? ഏത് തരത്തിൽ ജാഗ്രത പാലിക്കണമെന്ന് പോലീസ് മുന്നറിയിപ്പ് നൽകുന്നു? ഹരികൃഷ്ണൻ, റിജിത്ത്, ഇ സിം സംവിധാനത്തിലേക്ക് മാറാൻ ഉദ്ദേശിക്കുന്ന ഉപയോക്താക്കളെ ലക്ഷ്യമിട്ട് വ്യാപകമായി സംസ്ഥാനത്ത് തട്ടിപ്പ് നടക്കുന്നുണ്ട് എന്നുള്ളതാണ് പോലീസിന്റെ ഒരു മുന്നറിയിപ്പ് എന്ന് പറയുന്നത്. ഇതിൽ ജാഗ്രത പാലിക്കണമെന്ന് പോലീസ് നിർദ്ദേശം നൽകുന്നുണ്ട്. അതായത് ഇതിൽ ഏറ്റവും പ്രധാനമായും ഈ തട്ടിപ്പ് നടക്കുന്നത് ഈ മൊബൈൽ ഫോൺ സർവീസ് ദാതാക്കളുടെ കസ്റ്റമർ കെയർ സെന്ററിൽ നിന്നെന്ന വ്യാജേന ഈ ഉപയോക്താക്കളെ ബന്ധപ്പെടുന്നു. അത് ഈ നിലവിലുള്ള സിം കാർഡ് ഇ സിം സംവിധാനത്തിലേക്ക് മാറ്റാൻ നിർദ്ദേശിക്കുകയും ഈ മൊബൈൽ സേവന ദാതാക്കളുടെ വെബ്സൈറ്റിൽ പ്രവേശിച്ച് ID നൽകി ഇ സിം സംവിധാനം ആക്ടിവേറ്റ് ചെയ്യാനും ആവശ്യപ്പെട്ടാണ് ഈ തട്ടിപ്പ് നടത്തുന്നത്. ഇത് ഇങ്ങനെ ആക്ടിവേറ്റ് ചെയ്യുന്നവരുടെ ഇമെയിലിലേക്ക് ലഭിക്കുന്ന QR കോഡ് അവർ അയച്ചു നൽകുന്ന വാട്സപ്പ് നമ്പറിൽ അയച്ചു നൽകാൻ അവർ നിർദ്ദേശിക്കുന്നു. അങ്ങനെ ലഭിക്കുന്ന QR കോഡ് തട്ടിപ്പുകാർ തന്നെ ഈ സിം ആക്ടിവേറ്റ് ചെയ്യുന്നതോടെ ഈ സിമ്മിന്റെ പൂർണ്ണ നിയന്ത്രണം, അതായത് ഈ ഉപഭോക്താക്കളുടെ സിമ്മിന്റെ പൂർണ്ണ നിയന്ത്രണം ഈ തട്ടിപ്പുകാരുടെ കയ്യിലേക്ക് എത്തുകയും ചെയ്യുന്നു. പിന്നീട് അവർ ഈ ബാങ്ക് അക്കൗണ്ട് അടക്കമുള്ള സാമ്പത്തിക കാര്യങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ അവരിലേക്ക് എത്തുന്നു. അതനുസരിച്ച് അവർ അതിൽ നിന്ന് പണം എടുക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. ഈ വ്യാജ ഫോൺ കോളുകൾക്കെതിരെ ജാഗ്രത പാലിക്കുകയാണ് ഈ തട്ടിപ്പ് സാധ്യമാർഗമായി പോലീസ് നിർദ്ദേശിക്കുന്നത്. അത് മാത്രമല്ല, ഈ വിവിധ മൊബൈൽ സർവീസ് ദാതാക്കളുടെ ഔദ്യോഗിക ആപ്പ് അല്ലെങ്കിൽ ആ വെബ്സൈറ്റ് തന്നെ ഇതിന് ഈ ഔദ്യോഗിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കണമെന്നും പോലീസ് പറയുന്നുണ്ട്. ഈ QR കോഡ്, OTP, പാസ്വേഡ് എന്നിവ ആരുമായി പങ്കുവയ്ക്കരുത്. അത് മാത്രമല്ല, എല്ലാത്തരം ഡിജിറ്റൽ അക്കൗണ്ടുകൾക്കും 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എന്ന അധിക സുരക്ഷാ ക്രമീകരണം ഉപയോഗിക്കണമെന്നും പോലീസ് നിർദ്ദേശം നൽകുന്നുണ്ട്. ഏതായാലും വ്യാപകമായി ഈ സിമ്മുമായി ബന്ധപ്പെട്ട ഇത്തരത്തിൽ സംസ്ഥാനത്ത് വ്യാപകമായി തട്ടിപ്പ് നടക്കുന്ന പശ്ചാത്തലത്തിൽ ഇത്തരത്തിൽ ജാഗ്രത പാലിക്കണമെന്നാണ് പോലീസ് നൽകുന്ന പ്രധാനപ്പെട്ട മുന്നറിയിപ്പ്. ശരി. ഇ സിം സംവിധാനത്തിന്റെ പേരിൽ സൈബർ തട്ടിപ്പിന് സാധ്യതയുള്ളതിനാൽ എല്ലാവരും ജാഗ്രത പാലിക്കണം എന്നുള്ള മുന്നറിയിപ്പ് കേരള പോലീസിൽ നിന്നുണ്ടാവുകയാണ്. ഹരികൃഷ്ണൻ വിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന്.